ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 10ാമത്തെ അധ്യായമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അധ്യായത്തിൻ്റെ പേരാണ് അധ്വാനത്തിൻ്റെ മഹത്വവും സമ്പത്തിൻ്റെ വിനിയോഗവും. ദീർഘകാലത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങളൊക്കെ പ്രവേശിക്കാനായി ഇനി ഏതാനും വർഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 12ാം ക്ലാസ്സിന് ശേഷം നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾക്കും മറ്റ് കോഴ്സുകൾക്കും ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നവരാണ്. കുറച്ചധികം വിഭാഗം പിന്നീടും തുടർന്ന് പഠിക്കുകയും എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 3, 4, 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെല്ലാവരും ഒരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. തൊഴിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നിലനിന്ന് പോകുവാനും ഒരു നല്ല ജീവിതാന്തസ്സ് കെട്ടിപ്പടുക്കുവാനും ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൊഴിലിലൂടെയാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് സമ്പാദിക്കാൻ സാധിക്കുക, പണം നേടിയെടുക്കാനും സൂക്ഷിക്കാനും സാധിക്കുക. സമ്പത്ത് അല്ലെങ്കിൽ പണം നമുക്ക് സമൂഹത്തിൽ നിലനിന്ന് പോകുവാൻ ആവശ്യം വേണ്ട ഒരു കാര്യമാകിയാൽ തൊഴിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്താണ് അധ്വാനം? എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്? അത് നമുക്ക് വേണ്ടി മാത്രമാണോ? ഇനി അധ്വാനത്തിലൂടെ വ്യക്തികൾ നേടിയെടുക്കുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ധനം സമ്പാദിക്കാൻ നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഇതെല്ലാം ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു ധാർമ്മികതയും നന്മയും ഉണ്ടെന്ന്, ഇതിൻ്റെ എല്ലാം പുറകിലുള്ള യഥാർത്ഥമായ ക്രൈസ്തവ വീക്ഷണം എന്താണെന്ന് എല്ലാം മനസ്സിലാക്കേണ്ടത് ആവശ്യകതയാണ്. അതിനെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ കൂടുതലായി മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ശ്രമിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ ഉപമകളിൽ ഒന്നാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 16ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തനിക്ക് മാത്രം അവകാശപ്പെട്ട എന്ന രീതിയിൽ ജീവിച്ച ധനവാൻ തനിക്ക് ലഭിച്ച ആ സമ്പത്ത് വിനിയോഗിച്ചത് തെറ്റായ രീതിയിൽ എന്നാണ് ആ ഉപമയിലൂടെ ഈശോ നമ്മോട് പറയുന്നത്. അതായത് ഈ ധനവാൻ ലാസറിനെ നേരിട്ട് ഉപദ്രവിക്കുകയോ അദ്ദേഹത്തിന് ശാരീരികമായി എന്തെങ്കിലും ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും തനിക്കുണ്ടായ അളവില്ലാത്ത സമ്പത്ത് അല്ലെങ്കിൽ തൻ്റെ അധ്വാനത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഭീമമായ സമ്പത്ത് അദ്ദേഹത്തിന് മാത്രമുള്ളതാണ് എന്ന ജീവിത രീതി സ്വീകരിച്ചതുകൊണ്ടാണ് ഈശോ ധനവാനെ നിത്യ അഗ്നിക്ക് അകപ്പെട്ടതായി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അധ്വാനത്തിലൂടെ നാം നേടിയെടുക്കുന്ന സമ്പത്ത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യന്തം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. അത് നമ്മുടെ സഹോദരരുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അധ്വാനവും സമ്പാദ്യവും മൂല്യമുള്ളതാകുന്നതും അതിന് ഒരു ക്രൈസ്തവിക മാനം കൈവരുന്നതും. നമുക്ക് ആദ്യമായി എന്താണ് അധ്വാനം എന്നുള്ളതിൻ്റെ നിർവചനം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അധ്വാനം എന്നുള്ളത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള മനുഷ്യൻ്റെ പങ്കുചേരലാണ് എന്ന് പറയാം. ദൈവമാണ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളുടെയും ഉറവിടം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ നശിപ്പിച്ചു കളയാതെ ആ കഴിവുകളിലൂടെ മനുഷ്യന് ആവശ്യമായ ജീവിത സാഹചര്യങ്ങളെ പണിതുയർത്താൻ വ്യക്തികൾ എടുക്കുന്ന പ്രയത്നത്തിനെയാണ് അധ്വാനം എന്ന് പറയുന്നത്. അതായത് ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക്, സമൂഹത്തിലെ മറ്റു മനുഷ്യർക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു ഘടകങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അധ്വാനം. ഈ പ്രക്രിയയിലൂടെ നമുക്ക് തന്നെ സ്വയം വളരാനും സമൂഹത്തെ തന്നെ പണിതുയർത്താനും നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ സഹായിക്കാനും മനുഷ്യന് സാധിക്കുന്നു. അതായത് ഇത് കേവലം ഒരു പണം സമ്പാദനത്തിനുള്ള പ്രവൃത്തി മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ പല തലങ്ങളിലും മേഖലകളിലുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യനും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിനും മഹത്വം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. അധ്വാനത്തിലൂടെയാണ് മനുഷ്യൻ തൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെയുള്ള പ്രകൃതിയെ മാറ്റപ്പെടുത്തുകയും അതിൽ നിന്ന് സംതൃപ്തി കൈവരിക്കുകയും കൂടുതൽ നല്ല മനുഷ്യരായി, നല്ല സമൂഹമായി മാറാനുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നത്. അധ്വാനമെന്ന ഈ പ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അധ്വാനത്തിന്, ഒരു തൊഴിലിന് 2 തരത്തിലുള്ള പെർസ്പെക്റ്റീവുകളുണ്ട്. ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവും ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവും. അതായത് തൊഴിലിന്, അധ്വാനത്തിന് ഒരു ദൈവിക മാനവും മാനുഷിക മാനവുമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയുടെ മുൻപ് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവ് അത് പരിപാലിക്കാനായി ഏൽപ്പിച്ചത് മനുഷ്യനെയാണ്.
അതുപോലെ തന്നെ ആഴ്ചയിലെ 6 ദിവസം അധ്വാനിക്കാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നതായും നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അതായത് ഈ വചനങ്ങളെല്ലാം പറയുന്നത് മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് പല സ്ഥലങ്ങളിലായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ദൈവികമായിട്ടുള്ള മാനം? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ അധ്വാനത്തിലൂടെ മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ദൈവിക മാനം. പ്രപഞ്ചത്തിലെ സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ തൻ്റെ അധ്വാനത്തിലൂടെ ഒരു കാര്യത്തെ കണ്ടെത്തി പ്രപഞ്ചത്തോട് ചേർത്ത് വയ്ക്കുന്നതെല്ലാം ദൈവം സൃഷ്ടിക്കുന്നതിനോട് കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതും കണ്ടുപിടിക്കപ്പെടാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന കഴിവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതുകൊണ്ട് അധ്വാനത്തിലൂടെ നാം ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ്, മിശിഹായോടുള്ള ഐക്യത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇനി അധ്വാനത്തിൻ്റെ മാനുഷിക മാനം അല്ലെങ്കിൽ ഹ്യൂമൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഇതിന് പ്രധാനമായിട്ടും 2 തലങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് വ്യക്തിത്വത്തിൻ്റെ തലവും രണ്ടാമത്തേത് സമൂഹത്തിൻ്റെ തലവുമാണ്. വ്യക്തി തലം എന്നുദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ വസ്തുക്കൾക്കോ പുതിയ കാര്യത്തിനോ രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വന്തം വ്യക്തിത്വത്തിൻ്റെ വികാസം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അധ്വാനത്തിലൂടെ ഓരോ മനുഷ്യനും കൂടുതൽ കൂടുതൽ അറിവ് നേടുകയും അവനിൽ ഉള്ള കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കപ്പെടുകയും കൂടുതൽ തേച്ചു മിനുക്കപ്പെടുകയും ചെയ്യുന്നു. അതുവഴി വസ്തുക്കൾക്കും സമൂഹത്തിനും പുതിയ രൂപം നൽകാനും നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ വികസിപ്പിക്കാനും നമുക്ക് കഴിയും. ഇത്തരത്തിൽ അധ്വാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് തന്നോട് തന്നെയുള്ള കടമയാണ്. തൻ്റെ സ്വയം വ്യക്തിത്വം വികസിപ്പിക്കാനും വളർത്തിയെടുക്കാനുമുള്ള കടമയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള നന്മകളും ഫലങ്ങളും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് ആനുപാതികമായി അതിൻ്റെ ഈക്വൽ റേഷ്യോയിൽ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകാനും നമുക്ക് സാധിക്കണം. അത് നമ്മോട് തന്നെയുള്ള നമ്മുടെ കടമയാണ്. അധ്വാനം ഓരോ വ്യക്തിയെയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ദൈവം നമ്മിൽ ഓരോരുത്തരിലും നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളിലൂടെ അധ്വാനത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇനി അധ്വാനത്തിൻ്റെ സാമൂഹിക തലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയും സഹജീവികളെയും എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തനിച്ച് വളരാൻ കഴിയാത്ത ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. അതായത് നമ്മുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും സമൂഹത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെയും സേവനങ്ങളുടെയും വസ്തുക്കളുടെയും എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ നാം സ്വീകരിക്കുന്ന നന്മകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നാകിയാൽ നമ്മുടെ അധ്വാനത്തിലൂടെ ഇതുപോലെ മറ്റു നന്മകൾ സ്വീകരിക്കാൻ, മറ്റു സേവനങ്ങൾ സ്വീകരിക്കാൻ ആവശ്യമുള്ള സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഓരോ മനുഷ്യൻ്റെയും അധ്വാനത്തിൻ്റെ ഫലങ്ങൾ സമൂഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് ചുരുക്കം. നമുക്കാർക്കും ഒറ്റയ്ക്ക് നിലനിൽക്കാനാവില്ല. നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് മുൻപിൽ ലഭിക്കുന്ന ഭക്ഷണം മുതൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ഒരു കൂട്ടം ആൾക്കാരുടെ അധ്വാനമുണ്ട്. ഇതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ നിലനിൽപ്പിനും നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തൊഴിൽ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിക്ക് ധനം സമ്പാദിച്ച് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല, അത് സമൂഹത്തിനോടുള്ള ഒരു കടമ കൂടിയാണ്. നമ്മുടെ മടിയും അല്ലെങ്കിൽ ന്യായമല്ലാത്ത സമരമാർഗങ്ങളുമെല്ലാം അവലംബിച്ച് വ്യക്തികളും കൂട്ടായ്മകളും തൊഴിലിനെ തടസ്സപ്പെടുത്തുകയും അധ്വാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് രാഷ്ട്രത്തിനോടും സമൂഹത്തോടും സ്വയം വ്യക്തിത്വത്തോടും ചെയ്യുന്ന ഒരു തെറ്റുകൂടിയാണ്. ഇത്തരത്തിൽ തൊഴിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വേദി കൂടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അവനിൽ ദൈവചൈതന്യം നിറച്ചിരിക്കുന്നു, സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. 31 അധ്യായം 3 വാക്യമാണിത്. അതായത് ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളിലൂടെ അവരവരുടെ തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം പ്രകടമാക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, നമ്മിൽ ആ കഴിവ് നിക്ഷേപിച്ച ദൈവത്തെ കൂടിയാണ് നാം മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ, അത് ചെയ്യുന്നത് നമുക്ക് ദൈവം നൽകിയ ഒരു പ്രത്യേക കഴിവ് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുന്നത്. ദൈവം ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഏറ്റക്കുറച്ചിലുകളിലൂടെ നൽകിയിരിക്കുന്നത്. ആ കഴിവുകൾ ഉപയോഗിച്ച് നാം ഒരു തൊഴിൽ മേഖലയിൽ നല്ല രീതിയിൽ വൈദഗ്ധ്യം പ്രകടമാക്കുമ്പോൾ അതിലൂടെ ആ കഴിവ് നമുക്ക് നൽകിയ ദൈവത്തെയാണ് നാം മഹത്വപ്പെടുത്തുന്നത്.
ഈ തൊഴിലിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം എന്തു തൊഴിൽ സ്വീകരിക്കുമ്പോഴും എന്തു തൊഴിൽ ചെയ്യുമ്പോഴും എപ്പോഴും ബഹുമാനത്തോടെയും ദൈവീകമായ ചിന്തയോടെയും തൊഴിലിനെ സമീപിക്കുമ്പോഴാണ് അത് മഹത്തരമായ ഒരു ശുശ്രൂഷയായി മാറുന്നത്. അല്ലാത്ത സമയത്തെല്ലാം അത് കേവലം ഒരു പ്രവൃത്തിയായും അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വ്യക്തമല്ലാതെയും ചെയ്യുന്ന യാന്ത്രികമായ ഒരു കാര്യമായിട്ട് മാറുന്നു. മനുഷ്യ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടിയുള്ള എല്ലാ തൊഴിലുകളും മാന്യതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ലാത്തരത്തിലുള്ള തൊഴിലുകളുണ്ടോ എന്നുള്ളത്. തീർച്ചയായും ഉണ്ട്. അതായത് ലാഭം നേടുന്നു അല്ലെങ്കിൽ ധനം സമ്പാദിക്കുന്നു, ഉപജീവനം നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ തൊഴിലുകളും മഹത്വമുള്ളതാകുന്നില്ല. ക്രൈസ്തവ വീക്ഷണം അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന പണം അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള അധ്വാനം, തൊഴിൽ മനുഷ്യരുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഉതകുന്നതല്ല. മനുഷ്യന് തെറ്റായ രീതിയിലുള്ള എന്തെങ്കിലും നൽകുന്ന കാര്യമാണ്, അവൻ്റെ വളർച്ചയെ നിരാകരിക്കുന്ന ഒരു കാര്യമാണ്, സമൂഹത്തിൽ തിന്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് ഒരിക്കലും മാന്യതയുള്ളതായി ക്രൈസ്തവ വീക്ഷണത്തിൽ അംഗീകരിക്കുന്നില്ല. അത് ദൈവികമായി നാം എടുത്തു പറയുന്നുമില്ല. തൊഴിലിനോടുള്ള നമ്മുടെ സമീപനം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് തൊഴിൽ ദാതാക്കളുടെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാം ചുമതലകളും. ഒരു രാഷ്ട്രമാണ് പ്രധാനമായും ഒരു വലിയ തൊഴിൽ ദാതാവ് അല്ലെങ്കിൽ തൊഴിലിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെ നമ്മുടെ സഭാ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ തൊഴിൽ നൽകുന്ന ഇടങ്ങളാണ്. ഇവർക്കെല്ലാം തന്നെ അധ്വാനിക്കുന്നവരോടും തൊഴിലെടുക്കുന്നവരോടും ചില കടമകളുണ്ട്. മാന്യമായിട്ടും നീതിപൂർവകമായിട്ടും തൊഴിൽ ചെയ്യാനുള്ള അവസരവും സംരക്ഷണവും ഒരുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും അവരവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ രീതി അനുസരിച്ച് നീതിയുക്തമായ കൂലി നൽകുക, ജെൻഡർ ഡിസ്ക്രിമിനേഷനുകൾ, ലിംഗവ്യത്യാസങ്ങൾ, വേർതിരിവുകൾ ഇവയൊന്നുമില്ലാതെ ജോലി ചെയ്യാനുള്ള അവസരം നൽകുക, തൊഴിലെടുക്കുന്നവർക്ക് അർഹമായ സ്ഥാനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിയമാനുസൃതമായ സമരമാർഗങ്ങൾ അവലംബിക്കാൻ തൊഴിലാളികൾക്കുള്ള അവകാശം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ തൊഴിൽ സ്ഥാപനങ്ങളെ അപകടത്തിലാക്കുന്ന, തൊഴിലവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന അന്യായമായ പണിമുടക്കങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കുക. ഇതെല്ലാം തൊഴിൽ ദാതാക്കളുടെയും സ്ഥാപനങ്ങളുടെയും കടമകളാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തൊഴിലെടുക്കുന്നവർക്ക് തിരിച്ചുമുള്ള കടമ. അലസത, അന്യായമായ സമരമാർഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഒരു കാരണവുമില്ലാതെ അധ്വാന മാർഗങ്ങളെ തടസ്സപ്പെടുത്തുക, അധ്വാന മാർഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കൾക്ക് അർഹമായ സ്ഥാനം നൽകാതിരിക്കുക, ഇവയെല്ലാം തന്നെ തൊഴിലാളികൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിയാണ്. അപ്പോൾ അധ്വാനത്തിൻ്റെ അർത്ഥത്തെയും കുറിച്ചെല്ലാം നാം കണ്ടു കഴിഞ്ഞു. അടുത്തതാണ് അധ്വാനത്തിലൂടെ കൈവരുന്ന സമ്പത്ത്. സമ്പത്ത് എന്താണ്, എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത്, എന്താണ് അതിലെ ക്രൈസ്തവ വീക്ഷണം എന്നതുകൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സമ്പത്ത് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞാൽ സമ്പാദ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും ശരിയായ രീതിയിൽ കാണാനും അത് നന്നായി വിനിയോഗിക്കാനും നമുക്ക് സാധിക്കും. സമ്പത്ത് എന്നത് കേവലം നാം കരുതുന്നത് പോലെ പണമോ വസ്തുവകകളോ മാത്രമല്ല. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലം കൊണ്ട് നേടിയെടുക്കുന്ന അറിവുകളും കഴിവുകളുമെല്ലാം സമ്പത്ത് തന്നെയാണ്. ദൈവം മനുഷ്യനിൽ നൽകിയിരിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള വിവിധ കഴിവുകളെയാണ് സമ്പത്ത് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഈ കഴിവുകൾ ഉപയോഗിച്ച് അധ്വാനത്തിലൂടെ ഒരു മനുഷ്യൻ സമ്പത്ത് ആർജിക്കുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സമ്പത്തിനെക്കുറിച്ചുള്ള യഥാർത്ഥ ക്രൈസ്തവ വീക്ഷണം ഇങ്ങനെയാണ്. അതായത് സമ്പത്ത് ദൈവം നൽകുന്നതിനാൽ അതിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് ദൈവം തന്നെയാണ്. അതായത് വ്യക്തികളെല്ലാവരും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളിലൂടെയാണ് സമ്പത്ത് ആർജിച്ചെടുക്കുന്നത്. നമുക്ക് നമ്മുടേതെന്ന് പറയാനായിട്ടോ നമ്മുടെ മാത്രം കഴിവ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാനായിട്ടോ ഒന്നും തന്നെ നമ്മളിലില്ല. ദൈവം നൽകിയിരിക്കുന്ന കഴിവിലൂടെ ആർജിച്ചെടുക്കുന്ന സമ്പത്ത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഈ സമ്പത്തിൻ്റെ കാര്യസ്ഥർ മാത്രമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം എപ്പോഴും ദൈവത്തോടും സഹജീവികളോടും നീതി പുലർത്തിക്കൊണ്ട് നേടുന്നതായിരിക്കണം. സമ്പത്ത് നേടുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം നിത്യജീവനായിരിക്കണമെന്നാണ് ക്രൈസ്തവ വീക്ഷണം. ജീവൻ നിലനിന്ന് പോകാൻ സമ്പത്ത് ആവശ്യമാണെങ്കിലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനായിരിക്കണം. അതിലേക്ക് നമ്മളെ അടുപ്പിക്കാത്ത, അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഏതു തരത്തിലുള്ള പ്രവൃത്തിയും അധ്വാനത്തിൻ്റെ കീഴിൽ വരില്ല. അത് അധ്വാനത്തിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് കൊണ്ടുവരില്ല. ഇനി നമ്മുടെ സമ്പത്ത് പൂർണ്ണതയിലെത്തുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരുമായി
അല്ലെങ്കിൽ ദരിദ്രരുമായി സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ സംഭവിക്കുന്ന നന്മയിലൂടെയാണ്. അധ്വാനത്തിലൂടെ സ്വത്ത് സമ്പാദിക്കാൻ എല്ലാ മനുഷ്യനും അവകാശമുണ്ട്. അതുപോലെ തന്നെ സമ്പാദിക്കുന്ന ധനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും ആത്യന്തികമായ നിത്യജീവനിലേക്ക് നടന്നെടുക്കുവാനും നമുക്കെല്ലാവർക്കുമുള്ള കടമയാണ്. ഇതാണ് അതിന് പിന്നിലുള്ള ക്രൈസ്തവ വീക്ഷണം. അപ്പോൾ എന്താണ് അന്യായമായ ധനസമ്പാദനം? തെറ്റായ മാർഗങ്ങളിലൂടെയും അധ്വാനിക്കാതെയും സമ്പാദിക്കുന്ന ധനത്തിനെയാണ് അന്യായ ധനസമ്പാദനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സമ്പത്ത് ദൈവസൃഷ്ടിയിൽ നീതിയുള്ളതല്ല. ഈ പ്രവൃത്തി രക്ഷയുടെ അനുഭവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ്. ജെറമിയായുടെ പുസ്തകത്തിൽ കൃത്യമായി ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ട്: താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായ സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും. 17-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണിത്. ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുക, സാധനങ്ങൾ പൂഴ്ത്തിവെക്കുക, അന്യായമായ വിലവർദ്ധനവ് സൃഷ്ടിച്ചെടുക്കുക, ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്ത് വിറ്റ് ധനം സമ്പാദിക്കുക തുടങ്ങി ഒത്തിരി ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കും. മനുഷ്യരുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും അതീവ ഗുരുതരമായി ബാധിക്കുന്ന, രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വിൽപ്പന, അതുമൂലമുണ്ടാക്കുന്ന ധനസമ്പാദനം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ധാർമ്മികതയ്ക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിലൂടെയുള്ള ധനസമ്പാദനങ്ങൾ, മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും ആരോഗ്യത്തെയും ഹനിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും പ്രവർത്തനത്തിലൂടെയുള്ള ധനസമ്പാദനം, ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ക്രൈസ്തവ വീക്ഷണത്തിൽ തൊഴിൽ എന്ന ഗണത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കില്ല. അതൊരിക്കലും ദൈവികമായ ഒരു മാനം നൽകുന്ന പ്രവൃത്തിയല്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കോണ്ടന്റിൽ നിന്ന് പോലും വരുമാനം ലഭിക്കുന്ന ഒരവസരമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തിൻ്റെ ലൈക്കും റീച്ചും അനുസരിച്ച് ധനം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഈ ലൈക്കും റീച്ചും കിട്ടാൻ വേണ്ടി നാം സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങളാണ് നാം ചെയ്യുന്ന ആ തൊഴിലിനെ ദൈവികമാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു തൊഴിലാക്കുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് ധനസമ്പാദനത്തിന് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയോ മറ്റൊരു വ്യക്തിയുടെ സൽപ്പേരിനെയോ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള തേജോവധങ്ങൾ, പരദൂഷണങ്ങൾ, നുണക്കഥ പ്രചരിപ്പിക്കൽ, സത്യമെന്തെന്നറിയാതെ വാർത്തകൾ പ്രചരിപ്പിക്കൽ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഏതൊരു വിധത്തിലും പണം സമ്പാദിക്കുക എന്നുള്ളത്. ഇതെല്ലാം അന്യായമായ ധനസമ്പാദനത്തിൽ എത്തിച്ചേരുന്ന മാർഗങ്ങളാണ്. ഇവയൊന്നും ക്രൈസ്തവീകമല്ല, ധാർമ്മികമല്ല. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് പോലും വികൃതമായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിച്ച് ലൈക്കിനും റീച്ചിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പരത്തി അതിലൂടെ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നീ മാധ്യമങ്ങളിലൂടെ ധനസമ്പാദനം നടത്തുന്ന തരത്തിലുള്ള വികൃതമായ പല പ്രവൃത്തികളും നേരിട്ട് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ്. തൊഴിലിൻ്റെ മഹത്വം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, പൊതുസമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കേണ്ട ക്രൈസ്തവർ പോലും തങ്ങളുടെ ഉള്ളിലുള്ള കൂട്ടായ്മകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരത്തിൽ അന്യായമായ ധനസമ്പാദനം എന്ന് പറയുന്നത് വലിയ ഒരു സബ്ജക്റ്റാണ്. അതിലെ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പരാമർശിച്ചത്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന്, അന്യായമായ രീതിയിലുള്ള ധനസമ്പാദനം നടത്തുന്ന ഒരു വ്യക്തി താൻ നേടിയെടുക്കുന്ന അളവുകളില്ലാത്ത സമ്പത്തിൽ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ദേവാലയത്തിലുള്ള കാഴ്ചവെപ്പിനുമായിട്ട് ഉപയോഗിക്കുന്നു. അതേസമയം അദ്ദേഹം പണം സമ്പാദിക്കുന്ന സോഴ്സ് നേരത്തെ നമ്മൾ പരാമർശിച്ച വളരെ അന്യായമായിട്ടുള്ള ഏതെങ്കിലും മാർഗങ്ങളിലൂടെയാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ളൊരു വ്യക്തി താൻ അംഗമായിരിക്കുന്ന ഇടവകയിലോ ദേവാലയത്തിലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടോ, ഇടവകയിലും ദേവാലയത്തിലും സംഭാവനകൾ നൽകിയതുകൊണ്ടോ, തൻ്റെ ഓഹരി നൽകിയതുകൊണ്ടോ അദ്ദേഹം ചെയ്യുന്ന അന്യായമായ ധനസമ്പാദനം ക്രൈസ്തവ വീക്ഷണം അനുസരിച്ച് പാപമല്ലാതെ ആകുന്നില്ല. അത്തരത്തിൽ ചെയ്യുന്ന ധനസമ്പാദനം ദൈവത്തിൻ്റെ നീതിക്ക് ചേർന്നതല്ല. അതൊരിക്കലും ക്രൈസ്തവീകമല്ല. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ഇടവകയിലോ അല്ലെങ്കിൽ മറ്റു ദേവാലയങ്ങളിലോ നടത്തുന്ന കാഴ്ചവയ്പ്പുകളിലോ സംഭാവനകളിലോ ഒരിക്കലും താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപം അല്ലെങ്കിൽ തെറ്റ് ഇല്ലാതാകുന്നില്ല എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ സമ്പത്ത് എന്നുള്ളത് കേവലം ധനം മാത്രമല്ല, അതിനു പിന്നിൽ ഒരു വലിയ ധാർമ്മികതയും ദൈവിക നന്മയും ദൈവത്തിൻ്റെ പദ്ധതിയും അദൃശ്യമായി ഇരിക്കുന്നുണ്ടെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. ഇനി
സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സമ്പത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നാം നേടിയെടുക്കുന്നതാണെങ്കിലും അത് അനാവശ്യമായി ചെലവാക്കപ്പെടാനുള്ളതല്ല. അത് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ തന്നെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് അധ്വാനിക്കാനും സമ്പാദിക്കാനും കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവ് എല്ലാ വ്യക്തികളിലും വേണം. അങ്ങനെ അറിവുള്ള ഒരു വ്യക്തി ഒരിക്കലും അത് ദുർവ്യയം ചെയ്യില്ല. സമ്പത്ത് ഞാനുണ്ടാക്കിയതാണ്, എൻ്റെ ഇഷ്ടം പോലെ ചെലവഴിക്കും എന്നുള്ള ചിന്ത ഒരിക്കലും ക്രൈസ്തവീകമല്ല. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിലെ മൂത്തപുത്രൻ സമൃദ്ധിയുള്ള ഒരു കുടുംബത്തിൽ സമൃദ്ധിയുള്ള ഒരു പിതാവിൻ്റെ മകനായി ജനിച്ചെങ്കിലും അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ മൂല്യവും അതിൻ്റെ ദൈവികതയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിരുന്നില്ല. ആ ധൂർത്തപുത്രന് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് അറിയാം. സമ്പത്ത് ധൂർത്തടിക്കുന്നത് പോലെ തന്നെ തെറ്റ് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു വിപരീത വശം. അതായത് താൻ സമ്പാദിച്ച സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് തൻ്റെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഉപകരിക്കാതെ പിശുക്ക് കാണിക്കുക, അത് അളവിലധികം കൂട്ടിവെച്ച് തൻ്റെ കുടുംബത്തിനോ തൻ്റെ സമൂഹത്തിനോ തനിക്ക് തന്നെയോ ഉപകാരപ്പെടാത്ത രീതിയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പോലും അതിൽ നിന്ന് ഒരു വിനിയോഗം നടത്താതെ അതിനെ കുഴിച്ചിടുക എന്നുള്ളത് സമ്പത്ത് ധൂർത്തടിക്കുന്നത് പോലെ തന്നെ വലിയ ഒരു തെറ്റാണ്. സമ്പത്തിൻ്റെ വിനിയോഗത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്ന് ഈശോ പഠിപ്പിച്ച ഒരു പാഠം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് ഇത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? ഇവിടെ സീസറിനുള്ളത് എന്നുദ്ദേശിക്കുന്നത് രാഷ്ട്രത്തിനുള്ള ഓഹരിയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നാം രാഷ്ട്രത്തിന് കൊടുക്കേണ്ട നികുതി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നാം അധ്വാനിച്ച് നേടിയെടുക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം എന്തിനാണ് രാഷ്ട്രത്തിന് നികുതിയായി കൊടുക്കുന്നത് എന്നുള്ളത്. രാഷ്ട്രത്തിന് നികുതി നൽകുന്നത് ഒരു പൗരൻ്റെ കടമയാണ്. നികുതി കൊടുക്കുന്നത് നാം അംഗമായിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ അധികാരത്തോടുള്ള നമ്മുടെ വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള മാർഗം കൂടിയാണ്. അതിനേക്കാൾ ഉപരി ഈ നികുതിയിൽ നിന്നാണ് അധികാരികൾ അല്ലെങ്കിൽ ആ രാഷ്ട്രം സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഇൻഫ്രാസ്ട്രക്ചറുകൾ, ആരോഗ്യ മേഖലയിലെ വികസനങ്ങൾ, രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, വികസനം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. കൃത്യമായി നികുതി നൽകാത്ത വ്യക്തികളും സ്ഥാപനങ്ങളും നിയമത്തിൻ്റെയും ദൈവത്തിൻ്റെയും മുൻപിൽ കുറ്റക്കാരാകുന്നു. കാരണം ഈശോ നമ്മളോട് കൃത്യമായി പഠിപ്പിച്ച ഒരു പാഠമാണ് നിങ്ങളുടെ ഓഹരി ദൈവത്തിനും സീസറിനും വ്യക്തമായി കൊടുക്കുക എന്നുള്ളത്. ഇതിൽ വരുന്ന അടുത്ത ആശയമാണ് ദൈവത്തിനുള്ള ഓഹരി എന്നുള്ളത്. സമ്പത്തിൻ്റെ ഒരു ഓഹരി കാഴ്ചയായി ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളത് പഴയ നിയമ കാലഘട്ടം മുതലേ ഉള്ള ഒരു പതിവാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശയോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക, സ്വമനസ്സാലെ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അതായത് സ്വന്തം മനസ്സുകൊണ്ട് തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ദൈവത്തിനാണ് എന്ന് കൽപ്പിച്ച് കൊടുക്കുന്നത് നീ സ്വീകരിക്കുക എന്ന് മോശയോട് കർത്താവ് പ്രത്യേകമായി പറയുന്നത് നാം കാണുന്നു. സ്വന്തം മനസ്സാലെ സമർപ്പിക്കുന്നതാണ് ദൈവത്തിനുള്ള കാഴ്ചയർപ്പണം എന്ന ബോധ്യത്തോടെ ആവണം വ്യക്തികളെല്ലാവരും ദൈവിക കാര്യങ്ങൾക്ക് തങ്ങളുടെ വിഹിതം സമർപ്പിക്കുവാൻ. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന വിധവയുടെ കാണിക്കയുടെ ഉപമ നമുക്കറിയാം. പൂർണ്ണ മനസ്സോടെ ആയിരുന്നതിനാൽ ഈശോ അതിന് വലിയ മൂല്യം കൊടുത്തു എന്ന് തിരുവചനം ഉറപ്പു നൽകുന്നു. ഇത്തരത്തിൽ ദേവാലയത്തിനും ദേവാലയ ശുശ്രൂഷകരുടെ സംരക്ഷണത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ നാം തയ്യാറായിരിക്കണം. നമ്മുടെ സ്വന്തം ദേവാലയത്തിലെ മാത്രമല്ല, സഭയിലെ എല്ലാ ശുശ്രൂഷകരുടെയും സഭയുടെ സുവിശേഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം നിലനിൽപ്പിനും നടത്തിപ്പിനും നമ്മുടെ ഈ ഓഹരി ആവശ്യമാണ്. വർഷം തോറും ഒക്ടോബർ മാസം മിഷൻ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് വ്യക്തമായും ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ ദരിദ്രരായവരുടെയും അനാഥരായവരുടെയും ക്ഷേമത്തിനായി സഹായങ്ങൾ നൽകുവാൻ നാം ബാധ്യസ്ഥരാണ്. സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിനായുള്ള പ്രസ്ഥാനങ്ങളെ സഹായിക്കാനും നമുക്ക് കടമയുണ്ട്. ഇത്തരത്തിൽ ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും നമ്മെ സഹായിക്കുന്ന ദൈവദാനമാണ് സമ്പത്ത്. അത് അധ്വാനത്തിലൂടെ മാത്രമാണ് നാം കൈവരിക്കുവാൻ. അധ്വാനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ
എല്ലാ വ്യക്തികളും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവരായ നാം അതിന് വളരെയധികം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഒരു ക്രിസ്ത്യാനിയാകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും ക്രിസ്തുവിൻ്റെ ആദർശവും ക്രിസ്തുവിൻ്റെ നന്മയും ക്രിസ്തുവിൻ്റെ കൽപ്പനകളും പാലിക്കപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന്, ഒരു ദിവസത്തിൽ 24 മണിക്കൂറും പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും അന്യായമായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുകയും ആ സമ്പാദിച്ച ധനത്തിൽ നിന്ന് ഒരു ഓഹരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്താൽ അയാൾ ഒരു ക്രിസ്ത്യാനിയാകുന്നില്ല. അല്ലെങ്കിൽ വളരെയധികം പ്രാർത്ഥനാന്തരീക്ഷം നിറഞ്ഞൊരു വ്യക്തിയായി അറിയപ്പെടുന്ന ഒരാൾ താൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് അർഹിക്കുന്ന വേതനമോ അർഹിക്കുന്ന സ്ഥാനമോ നൽകാതെ അവരെ തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടിച്ചാൽ അത് ഒരിക്കലും ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തിനോട് ചേരുന്നതല്ല, അത് ക്രൈസ്തവികമല്ല. അതുകൊണ്ട് ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ തൊഴിൽ എന്ന അന്തസ്സിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന നമുക്കെല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദൈവം നൽകിയ സമ്പത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ക്ഷേമത്തിനും പുരോഗതിക്കുമായി ഞാൻ വിനിയോഗിക്കും. അധ്വാനിക്കാതെയും അവിഹിത മാർഗങ്ങളിലൂടെയും ധനം സമ്പാദിക്കാൻ ഞാൻ ശ്രമിക്കില്ല. അത് പാപമാണെന്ന് ഞാൻ അറിയുന്നു. സമ്പത്ത് അനുഗ്രഹമായി മാറണമെങ്കിൽ അർഹതയുള്ളവരുമായി അത് പങ്കുവയ്ക്കപ്പെടണം. ഞാൻ സമ്പാദിക്കുന്ന സമ്പത്ത് അത് എത്ര ചെറുതുമാകട്ടെ വലുതുമാകട്ടെ, അതിൽ ഒരു ഓഹരി ഞാൻ അംഗമായ രാഷ്ട്രത്തിനും എൻ്റെ ദൈവത്തിനും എൻ്റെ സഭയ്ക്കും കൊടുക്കാനും ഞാൻ ചുമതലപ്പെട്ടവനാണ്. ദൈവം ദാനമായി നൽകിയ കഴിവുകളിലൂടെ സമ്പത്ത് സമ്പാദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷേ ആ സമ്പാദിക്കുന്ന സമ്പത്ത് ധൂർത്തില്ലാതെ, പിശുക്കില്ലാതെ, നിയന്ത്രണത്തോടെ ചെലവഴിക്കാൻ ഞാൻ ശ്രമിക്കും. ദൈവം എനിക്ക് നൽകിയ കഴിവുകളും ആരോഗ്യവും താലന്തുകളുടെ ഉപമയിലെ ഒരാളെപ്പോലെ കുഴിച്ചു മൂടാതെ എൻ്റെ കഴിവിനൊത്ത് അധ്വാനിക്കുകയും സമ്പാദിക്കുകയും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി, വ്യക്തിപരമായി എൻ്റെ നന്മയ്ക്കായി, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി ഞാൻ വിനിയോഗിക്കുകയും ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകത്തിലെ ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ, അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.